ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും BLO ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ BL മലയാളം എക്സ്പ്ലെയിനറിൽ ഇട്ടിരിക്കുന്നത്. സോ നമ്മുടെ നോട്ട് എപ്പിസോഡ് 3 നമുക്ക് കാണാം. അപ്പോൾ 1ൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ചെക്കന് ജോലിയില്ല, എനിക്ക് ജോലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ജോലി വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നഗുൻ്റെ അസിസ്റ്റൻ്റായിട്ട്. ദെൻ എല്ലാ ഫയൽസും കൂടി കൊണ്ടുവന്ന് എടുക്കുമ്പോഴാണ് ഫാസ് അത്ഭുതപ്പെടുന്നത്. എന്തത് വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു ഫയലും ചെക്ക് ചെയ്തിട്ടില്ലേ ചോദിക്കും. അപ്പോൾ നഗുൻ പറയും, നമുക്ക് കുറേ ബിസിനസ്സുകളുണ്ട്, 2-3 വർഷത്തെ ഡാറ്റയൊക്കെ ഉണ്ട്, നീ അത് നോക്കുമെന്ന് പറയും. ദെൻ പിന്നെ അവൻ നോക്കുന്നു, അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഭയങ്കര റെലവെൻ്റ് ആണ്. നഗുൻ ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ട്, ഈവൻ നമ്മുടെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ദെൻ ഓരോ കോസ്റ്റ് ആസ്പെക്റ്റുകളൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ നഗുൻ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആവാണ്. അപ്പം അതിലൊരു ചോദിച്ച ചോദ്യം ഭയങ്കരമായിട്ട് അസിസ്റ്റൻസിനെയും അത്ഭുതപ്പെടുത്തും. അസിസ്റ്റന്റ് പറയും, അയ്യോ ഇതേ ചോദ്യം തന്നെ സാറ് മീറ്റിങ്ങിൽ ചോദിച്ചതാന്ന് പറയും. അതേ നഗുൻ. അപ്പോഴത്തേക്കും എങ്ങനെയാണത് ഫാസിക്ക് മനസ്സിലായി ചോദിക്കും. അപ്പോഴത്തേക്കും ഫാസ, അല്ല അത് എനിക്കിതിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. അപ്പോഴത്തേക്കും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടോ എല്ലാവരും. നോക്കുമ്പോൾ കറക്റ്റ് സമയത്ത് അച്ഛൻ വരുവാണ്. അച്ഛൻ വരുമ്പോഴത്തേക്കും നഗുൻ എന്തോ ഒരു പ്രേതത്തെ കണ്ട പോലെയാണ് ഫാസിനെ സംരക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കും. പക്ഷെ ഫാസ് പറയും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കാണിച്ചിട്ട് അച്ഛന് ഭയങ്കര നമസ്കാരമൊക്കെ കൊടുക്കും, വളരെ നീറ്റായിട്ട്. ദെൻ പിന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ നക്കീൻ പിറ്റേ ദിവസം നമ്മുടെ നഗീൻ ഒരു പയ്യന് നമ്മുടെ ഗൺ ഷൂട്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ മൊത്തം ഷൂട്ടിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം പയ്യനോട് പറയുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം, പെട്ടെന്ന് ഇമ്പൾസിലോ നമ്മൾ വെടിവെച്ചേക്കരുത്, അവർക്കും ഒരു ലൈഫ് ഉണ്ടെന്ന് നോക്കണം, നമ്മൾക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യം വന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാണ്. സോ നമുക്ക് നക്കീൻ അത്ര റെഡ് ഫ്ലാഗ് ഒന്നുമല്ല, നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ദെൻ നമ്മുടെ കപ്പിൾസ് അവിടേക്ക് വരികയാണ്. അപ്പൊ ഈ ചെക്കൻ അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫാസിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഫാസിയോട് ഇങ്ങനെ നഗുന്റെ പാർട്ട്ണർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഫാസിക്ക് എന്തോ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് കേട്ടോ. അപ്പം നഗിൻ കളിയാക്കുന്നുണ്ട്, ഓ ഇതെന്താ ഗൺ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണോ അതോ കപ്പിൾസ് ആർഗ്യൂ ചെയ്യുന്ന സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേ അവിടെ ഒരു കഥാപാത്രം വരുന്നു. ആരാണ്? എല്ലാറ്റിലും ഉണ്ടാവുള്ള ഒരു ലേഡി വില്ലൻ, അമിന്ദ്ര. സോ ഇതാണ് അമിന്ദ്ര. അമിന്ദ്രയുടെ കൂടെ ഒരു ബോഡി ഗാർഡും ഉണ്ട് കേട്ടോ. അമിന്ദ്ര വന്നിട്ട് നേരെ ചൊറിയാൻ നിൽക്കുവാണ്. അപ്പോൾ ഫാസിനെ കണ്ടിട്ട് പറയും, ഓ എന്താണ് ഈ തറവാട്ടിലെ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ തറവാട്ടിലെ നഗുൻ ആൽഫ ഒരു വീക്കായിട്ടുള്ള ഒരു ഒമേഗനൊക്കെ ബൈറ്റ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് പറയും. അതാണ് ഫാസിയുടെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ അമിന്ദ്ര വേഗം അമിന്ദ്രനെ പരിചയപ്പെടുത്തും, ഞാൻ അമിന്ദ്ര എന്നൊക്കെ പറയും. ഫാസി ആണെങ്കിൽ ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല, വളരെ പൊളൈറ്റ് ആയിട്ട് ഞാൻ ഫാസ എന്നൊക്കെ പറഞ്ഞിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അമിന്ദ്ര പറയുന്നുണ്ട്, നമുക്കൊരു ചലഞ്ച് എടുത്താലോ, ഗൺ ഷൂട്ട് എന്ന് പറയും. ഫാസ പറയും ശരി എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഷൂട്ട് ചെയ്യുന്നു, കുറെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഫൈനലി ആരാ ജയിക്കുന്നത്? അമിന്ദ്രയാണ് ജയിക്കുന്നത്. അപ്പൊ ഫാസ പറയും, ഓ കളി നിർത്താം, എന്തായാലും വളരെ നന്നായി, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയും. അപ്പോൾ അമിന്ദ്രയ്ക്ക് ദേഷ്യം വരും. അമിന്ദ്ര പറയും, പക്ഷേ ഇങ്ങനെ ആളായിട്ട് ഞാൻ എങ്ങനെ കളിക്കാം, ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാം എന്നുള്ളത്, ഇതിപ്പോ എന്താ, ഞാൻ തോറ്റപ്പോഴത്തേക്ക് എനിക്ക് വിട്ടു തന്നൂല്ലോ പറയും. അപ്പൊ ഫാസ പറയും, പിന്നെന്താ, നീ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ തന്നെയാണ് ജയിച്ച ആള്, എനിക്ക് തോൽവി സമ്മതിക്കാൻ ഒരു മടിയില്ല എന്ന് പറയും. അപ്പൊ അമിന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയും, ഓ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷേ ഇപ്പോഴെന്താ അത്ഭുതം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കൊക്കെ നഗിനും ഒക്കെ അത്ഭുതപ്പെട്ടു. കാരണം അമിന്ദ്രനെ വളരെ സിമ്പിളായിട്ട് ഫാസ ഓടിച്ചു. അതതിന് ഫാസ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും ഇവര് സംസാരിക്കുകയാണ്, അസിസ്റ്റൻസും നഗിനും ഒക്കെ. അപ്പൊ നഗുൻ പറയാണ്, ഇവൻ ചില്ലറക്കാരനല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ തോറ്റു എന്നുള്ളത് സത്യമാണ്. കാരണം കറക്റ്റ് ഫോക്കസിലെല്ലാം വെടിവെച്ചിരിക്കുന്നത്. പക്ഷെ അത് അവൻ അറിയാത്തത് കൊണ്ടല്ല. കാരണം അവൻ വെടിവെച്ചിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും കൈകൾ, കാലുകൾ, അങ്ങനെ അവസാനം കഴുത്ത്, അതായത് അവൻ ഫോക്കസിൽ എവിടെ എത്തിയിട്ടില്ല. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് ഓരോ അവയവങ്ങളായിട്ട് തളർത്തി പിന്നെ അതായത് എതിരെ നിൽക്കുന്ന ആളെ വീഴ്ത്തിയിടുക, അതാണ് ഉദ്ദേശിക്കുന്നത് പറയും. അപ്പോഴത്തേക്കും അവര് ആകെ ഒരു ഇതിലാണ്. അപ്പം നഗിൻ ചോദിക്കുകയാണ്, ഇനി എങ്ങാനും അവൻ ഇത് പഠിച്ചിട്ടുണ്ടാവോ ചോദിക്കുകയാണ്. അപ്പം നഗിൻ പറയണ, അറിയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നഗിൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കഫേയിൽ വെച്ചിട്ട് ഓങ്സിയോട് നമ്മുടെ സാങ്നിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാസ എവിടെ, ഫാസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ ഓങ്സിക്ക് ഫീൽ ആവുകയാണ്. കാരണം സാങ്നിയയ്ക്ക് എന്തോ ഒരു ഇഷ്ടം ഓങ്സിയോട്, നമ്മുടെ ഫാസിയോടുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഓങ്സ പറയും, ഫാസ ഒരു ഒമേഗയാണെന്ന് പറയും. അപ്പോഴത്തേക്കും അവന് ഭയങ്കര ഞെട്ടലാവും കേട്ടോ. എന്നിട്ട് പറയും, ഫാസേനെ ഒരു ആൽഫ ബൈറ്റ് ചെയ്തു, സോ അവർ തമ്മിൽ ബോണ്ടായി, അവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഫാസ ഇല്ലേന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സാങ്നിയയ്ക്ക് വിഷമമായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ ആ സത്യം അറിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
നമ്മുടെ ഫാസയാണെങ്കിൽ ആ വീട്ടിൽ ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കാം. എവിടെയെങ്കിലും ചെന്നിരുന്ന് അപ്പോഴത്തേക്കും ഫുഡ് എടുത്തുകൊണ്ട് വരും. അവനെ എല്ലാവരും ഭയങ്കര സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ അവൻ ഭയങ്കര ബോറടിച്ചിട്ട് അവൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ അസിസ്റ്റൻസ് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ചെരുപ്പ് ജസ്റ്റ് കാലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ അവനെ വേഗം ചെരുപ്പിടിയിക്കുന്നു. അങ്ങനെ വേറൊരു ലൈഫ് ഫാസിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ആ ദേഷ്യത്തിന് അവൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നഗിൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ കഴിക്കാത്തത്? നിനക്ക് വേണ്ടി ഇങ്ങനെ കുറേ പേർക്ക് സമയം കളയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും പറയും, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, അങ്ങനെ നിനക്ക് എപ്പോഴെങ്കിലും വിശക്കുമ്പോഴെല്ലാം വന്ന് കഴിക്കേണ്ടേ? ശരിക്കും ഒരു ഭാര്യ ഭർത്താവ് വീട്ടിൽ സംസാരിക്കില്ലേ? അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫാസയ്ക്ക് ഭയങ്കര വിഷമം. ഫാസ പറയും, എനിക്ക് ഈ വീട്ടിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നഗുന് മനസ്സിലാവും. നഗൻ പറയും, ശരി നീ എന്തായാലും ഇപ്പോൾ വായോ, എനിക്ക് വിശക്കുന്നുണ്ട് പറയും. അങ്ങനെ അവനെ ഒരു വിധത്തിൽ സമീപിച്ച് കൊണ്ടുപോകും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഫാസ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഫാസ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നഗുൻ വരുന്ന കാണുമ്പോഴത്തേക്ക് വേഗം ചെരിഞ്ഞ് കിടക്കും. എന്നിട്ട് ഫാസ വിഷമിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പം നഗുൻ പതുക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ വരികയാണ്. പക്ഷേ പെട്ടെന്ന് ഫാസ ചോദിക്കും, ഇനി എത്ര നാൾ ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് പറയും. അപ്പോഴത്തേക്കും അവൻ പറയും, അത് ഒരു ലൈഫ് ടൈം എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഫാസിക്ക് ഭയങ്കര വിഷമാവും. ഫാസ് പറയും, ഞാൻ ഇതൊന്നും അല്ല ആഗ്രഹിച്ചിരുന്നത്. ഞാൻ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയിൽ കയറി നല്ല ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്പിലായി പോകുമെന്ന് വിചാരിച്ചില്ല പറയും. അപ്പം നഗുൻ കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ഫാസ പറഞ്ഞുകൊണ്ടിരിക്കുക, ശരിക്കും പറഞ്ഞാൽ കൂട്ടിൽ കിടക്കുന്ന ഒരു കിളിയെ പോലെയായി ഞാൻ എന്നൊക്കെ പറയാണ്. നഗുൻ അപ്പം എന്താ പറയണ്ടേന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നഗുൻ പറയുന്നുണ്ട്, നീ ആർക്കും ഒരു ബർഡൻ അല്ല, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ജീവിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫൈനലി നമുക്കറിയാം ആൽഫയുടെ കീഴിൽ വരുന്ന ഒരു ഒമേഗ മാത്രമായിട്ട് നമ്മുടെ ഫാസ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ദേ നമ്മുടെ ഫാസയ്ക്ക് സർപ്രൈസുമായിട്ട് നഗുൻ വരുന്നുണ്ട്. എന്നിട്ട് വേഗം നമ്മുടെ ഒരു കാറിൻ്റെ കീ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഇത് ആരുടെയാണ് ചോദിക്കുമ്പോൾ പറയും, ഇത് നിൻ്റെ പറയും. അപ്പോഴത്തേക്കും ഫാസ് പറയും, എനിക്ക് എന്തിനാ ചോദിക്കും. പറയും, നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകാൻ യാത്ര ചെയ്യാമെന്ന് പറയും. അപ്പോൾ പറയും, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നഗുന് വീണ്ടും ഭയങ്കര ദേഷ്യം വരും. നഗൻ പറയും, ശരി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, നിനക്ക് വിൽക്കുകയെ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയെ കളയുകയെ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് പോകും. അപ്പോൾ പിന്നാലെ നമ്മുടെ പപ്പിക്കുട്ടിയെ പോലെ നമ്മുടെ ഫാസ ചെല്ലുട്ടോ. എന്നിട്ട് ഫാസ ചോദിക്കും, ഫാസ പതുക്കെ തന്നെ പേടിച്ച് പേടിച്ച് തൊടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫാസ പറയും, സോറി, ഞാനത് അങ്ങനെ വിചാരിച്ചിട്ടല്ല, എനിക്ക് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും കയ്യിൽ വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്, എന്തോ അതുകൊണ്ട് അതൊക്കെ പറയും. അപ്പോഴത്തേക്കും നഗൻ പറയും, ഞാൻ നിനക്ക് തന്നല്ലേ, ഞാൻ നിനക്കല്ലാതെ പിന്നെ ആർക്കാ തരിക, നിനക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോയി വരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ തന്നേന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഫാസ ഭയങ്കര സ്നേഹത്തിൽ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ നഗുനെ കൊണ്ടാക്കട്ടെ ഓഫീസിലേക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പം നഗൻ ചിരിക്കും, അതായത് ഫാസ ആക്സെപ്റ്റ് ചെയ്തല്ലോ ഗിഫ്റ്റ്. അങ്ങനെ അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നു. നൈറ്റ് നമ്മുടെ ഫാസ കാറൊക്കെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നഗുൻ വരുന്നുണ്ട്. അപ്പോൾ ഫാസ് പറയും, കാറ് മുഴുവൻ അഴുക്കാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നഗന് ചിരി വരും കേട്ടോ. എന്നിട്ട് നഗൻ പറയും, നാളെ എന്തായാലും നമുക്ക് വെയർ ഹൗസിലേക്ക് പോവാം, കാരണം ആ വെയർ ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൻ പറയും, ഓ തീർച്ചയായിട്ടും ഞാൻ വരാലേ ചോദിക്കും. അപ്പോൾ അവൻ പറയും, പിന്നെ നീ എൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫാസിക്ക് സന്തോഷമാവും, ഒരു ജോലി കിട്ടിയ പോലെ. ഓക്കെ ഓക്കെ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എൻ്റെ സാലറി നിനക്ക് താങ്ങുമോയെന്ന് അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, എത്രയാ സാലറി ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചോദിക്കും, മിനിമം സാലറി നിങ്ങളുടെ അവിടെ എത്രയാണ് ചോദിക്കുമ്പോൾ 30,000. അപ്പോൾ ഫാസ്റ്റ് ഞെട്ടിട്ടു ഓൾറെഡി. അപ്പോൾ നമ്മുടെ നഗൻ പറയും, പക്ഷെ നീയാണെങ്കിൽ ഞാൻ 3 lakh തരാൻ റെഡിയാണെന്ന് പറയും. അപ്പോൾ വീണ്ടും കിട്ടി, കാരണം 30,000 അധികം. അപ്പോൾ ഇവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ, അതോ 5 lakh ആക്കണോ ചോദിക്കും. അപ്പോൾ പറയും, ഓ വേണ്ട വേണ്ട, 30,000 ധാരാളം, പക്ഷെ എന്തായാലും നമുക്ക് 3 lakh ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഡീൽ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫാസ രാത്രി ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണിതനായിട്ട് കിടക്കുകയാണ്. വളരെ സ്വീറ്റായിട്ട് നമ്മുടെ നഗുൻ അവനെ വന്ന് നോക്കി അവനെ എടുത്ത് കൊണ്ടുവന്ന് കട്ടിൽ കിടത്തുന്നുണ്ട്. സോ അവരുടെ ആ ഒരു ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ അവൻ നമ്മുടെ ഫാസ പറയും, നല്ല സ്മെല്ല് എന്ന് പറയും നഗുൻ്റെ സ്മെല്ല് വരുമ്പോഴത്തേക്കും. പക്ഷെ അത് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നഗുൻ്റെ നെഞ്ചിന് എന്തോ ഒരു ഭാരം, അതായത് ഫാസയ്ക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ച് നഗുനും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം വെയർ ഹൗസിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വന്നിട്ട് നമ്മുടെ നഗുൻ മാറി നിന്ന് സംസാരിക്കാൻ പോവാണ്. പക്ഷെ ഫാസ വെയർ ഹൗസിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഒരു മരത്തുമ്മ തട്ടിയിട്ട് മുകളിലുള്ള മരം വന്ന് അവൻ്റെ ഷോൾഡറിൽ വീഴാണ്. ആ വീണ് കറക്റ്റ് അവൻ്റെ മുറിവാകുന്നതിന് തൊട്ടു അതേ സമയം തന്നെ നമ്മുടെ നഗുൻ്റെ നെഞ്ചിൽ പെട്ടെന്ന് വേദന വരികയാണ്. നഗുൻ പെട്ടെന്ന് ഫോണിൻ്റെ ഇത് വെച്ചിട്ട് അവൻ പെട്ടെന്ന് വേദന വരുമ്പോൾ അവന് മനസ്സിലാവാണ് ഫാസയ്ക്ക് എന്തോ പറ്റി എന്നുള്ളത്. സോ അവൻ വേഗം ഫാസയുടെ അടുത്ത് ഓടുമ്പോഴത്തേക്കും ഫാസയുടെ ഷോൾഡറിൽ ഭയങ്കര മുറിവൊക്കെ വന്നിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള ബോണ്ട് എത്രത്തോണ്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്.
വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഫാസേനെ നോക്കുകയാണ്. എന്നിട്ട് നഗുനോട് ചീത്ത പറയുന്നുണ്ട്, നിനക്ക് അവനൊന്നും നോക്കാൻ പോലും പറ്റിയില്ലാലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഫാസ പറയണ, അല്ല നഗുൻ്റെ തെറ്റല്ല, ഞാൻ നോക്കാഞ്ഞിട്ടാന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. ഓ, ഇത് എന്തൊരു ഒമേഗയാണ്, നിങ്ങളിങ്ങനെ അവനെ ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തിക്കോ, ഇത്തരം ഒരു ഒമേഗയാണോ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നഗുന് ദേഷ്യം വന്ന് എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാസ അവനെ പിടിച്ചിരുത്തും. അതായത് ഒന്നിനും കൊള്ളാത്തൊരു ഒമേഗ എന്നുള്ള പോലെ അവനെ കുറച്ച് കാണിക്കുകയാണ് അച്ഛൻ. പക്ഷെ ഇതേ സമയത്ത് ഇതേ നോക്കുമ്പോൾ അസിസ്റ്റൻസ് പറയാണ്, ബാറിൽ ഒരു റെയ്ഡ് വന്നു, റെയ്ഡിൽ നമ്മുടെ നാഫിറ്റിനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ, ഓ വേഗം അവനെ രക്ഷിക്കുക. അതായത് ഇത്രയും വലിയ ഇതൊക്കെ പറഞ്ഞിരുന്ന ആള് മോൻ, മൂന്നാമത്തെ മോൻ ജയിലിലാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പേടിക്കുകയാണ്. അങ്ങനെ അവരവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നത് നാഫിറ്റ് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ആ ബാറിൽ ഡ്രഗ്സ് കൊടുത്തിരുന്നു. അപ്പൊ ആ ഡ്രഗ്സ് കൊടുന്ന ആളെ ഇവൻ നമ്മുടെ നഗുൻ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ്. അതായത് അവന് ഭയങ്കര വിഷമം വരികയാണ്, കാരണം അവർ ആ ബാർ അത്രയും നന്നായി നടത്തി കൊടുത്ത് ഈ ഡ്രഗ്സ് കൊടുന്നുകൊണ്ടാണ് ഈ റെയ്ഡ് വന്നത്. അങ്ങനെ അവൻ ഭയങ്കര ക്ഷീണിതനായിട്ട് വീട്ടിൽ വരികയാണ്, കാരണം ആകെ വിഷമമായി. അപ്പൊ നമ്മുടെ ഫാസ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ കൈ തുറന്നു കാണിക്കുകയാണ് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ സമാധാനിപ്പിക്കുകയാണ്. സോ അങ്ങനെ കൂടുതൽ ഹഗ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഫാസ സമ്മതിക്കില്ല. അപ്പൊ നമ്മുടെ നവൻ പറയും, അപ്പൊ നീ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചോദിക്കും. അപ്പൊ ഫാസ പറയും, ഏയ് അതൊന്നും പറ്റില്ല. പെട്ടെന്ന് അവൻ, ഓ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള മട്ടില്ല. അപ്പൊ നവൻ ഭയങ്കര ചിരിച്ചു നിൽക്കും. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവര് ഉള്ളൊരു സമയമാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ നമ്മുടെ ഫാസ പിറ്റേ ദിവസം ഒങ്സയുടെ കഫേയിൽ വരികയാണ്. അവിടെ സാങ്നിയും വരികയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല സംശയങ്ങളും ഒമേഗയെ പറ്റിയിട്ട് നമ്മുടെ ചെക്കനുണ്ട്. അപ്പൊ അവനതൊക്കെ ചോദിക്കുമ്പോൾ സാങ്നിയ പറയുന്നത്, ഞാൻ കൃത്യമായിട്ട് ക്ലാസ് എടുത്തു തരാം. അപ്പൊ അതിനിടയ്ക്ക് സാങ്നിയ നമ്മുടെ ആൽഫേനെ കുറിച്ച് കുറെ കുറ്റമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒമേഗയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ അസിസ്റ്റൻസ് വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അസിസ്റ്റൻസ് പറയുന്നുണ്ട്, ബോസ് പറഞ്ഞു വേഗം വീട്ടിലേക്ക് എത്താൻ. അപ്പൊ നമ്മുടെ ചെക്കൻ സമ്മതിക്കുന്നൊന്നുമില്ല. നമ്മുടെ നഗിനും അവിടേക്ക് വരുന്നുണ്ട്. നഗിൻ വന്നിട്ട് നേരെ നമ്മുടെ ഓങ്സയുടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ നഗിൻ ചോദിക്കുന്നുണ്ട്, അന്ന് ഞാൻ അയച്ച ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമായില്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ ഫാസ ഞാനറിയാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവരൊക്കെ മാറിയ സമയത്ത് നമ്മുടെ ഓക്സ നഗിനോട് പറയാണ്, ദയവേത് ബീറ്റ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇനി എൻ്റെ ജീവിതം കൂടി സഫർ ചെയ്യിക്കരുതെന്ന് പറയാണ്. ദെൻ അത് കഴിഞ്ഞ് സാങ്നിയെ തിരിച്ചു വന്നിട്ട് പറയും, അയ്യോ എനിക്ക് വണ്ടി കിട്ടിയില്ല, എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ നമ്മുടെ ഓക്സ പറയും നഗിനോട്, ഒന്ന് അവനെ വീട്ടിലാക്കുമോ ചോദിക്കും. അതായത് ഓങ്സ മാക്സിമം നഗിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നൈറ്റ് നമ്മുടെ ഫാസ വരുമ്പോഴത്തേക്കും നകുൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു കഫേയിലൊക്കെ പോയിട്ട് ചോദിക്കുമ്പോൾ പറയാം, എനിക്ക് ഭയങ്കര ഹാപ്പിയായി, ഞാൻ കുറേ സംസാരിച്ചിരുന്നു, വേഗം പോരേണ്ടി വന്ന് മാത്രമേ വിഷമുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നകുൻ പറയും, ശരി അന്ന് നീ ഒരു ദിവസം അവരെ വീട്ടിലേക്ക് വിളിച്ചോ പറയും. അപ്പോൾ ഫാസയ്ക്ക് ഭയങ്കര സന്തോഷമാവും. ഫാസ പറയും, ഞാൻ എന്തായാലും വിളിക്കാം, ഞാൻ ഒങ്സയോട് എന്തായാലും വരാൻ പറയാം, ഒങ്സ ഒരു ബീറ്റയാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നകുൻ ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് പറയും, എനിക്കൊരു ഫ്രണ്ടും കൂടി ഉണ്ട് സാങ്നിയ, അവനെയും കൂടി വിളിക്കട്ടെ ചോദിക്കും. അപ്പോൾ നകുൻ ഇങ്ങനെ നോക്കും. അപ്പോൾ അവൻ ബീറ്റയാണോ ചോദിക്കും. അല്ല ഒമേഗയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ആൽഫ പറയും, വേണ്ട, കാരണം ഒമേഗ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ, അല്ലെങ്കിൽ കുറേ ആൽഫകളുണ്ട് ബോണ്ട് ചെയ്യാത്തവർ. അപ്പോൾ സാങ്നിയെ പോലെ ഒരു ഒമേഗ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, കാരണം ഒമേഗയുടെ ഫെറമോൺ സ്മെല്ല് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെക്കന് തോന്നുകയാണ്, ശരിയാണ്. അവനിങ്ങനെ കഴുത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കൈ വെക്കും. എന്നിട്ട് അവൻ പറയും, ശരിയാണ്, ഇനി അതൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടെന്ന്. അതായത് നകുന് മനസ്സിലാവും, കാരണം ഇനിയൊരു ഒമേഗയും കൂടി ട്രാപ്പിൽ പെടണ്ടെന്നാണ് ഫാസ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ദെൻ പെട്ടെന്ന് പക്ഷേ ആ സമയത്ത് നമ്മുടെ ഫാസയുടെ ഹീറ്റ് തുടങ്ങുകയാണ്, ഫെറമോൺസ് പുറത്തേക്ക് വരികയാണ്. അപ്പം നമ്മുടെ നകുന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഫാസ പറയും, അരുത് തന്നെ ടച്ച് ചെയ്യല്ലേ എന്ന് പറയും. അപ്പം നകുന് പറയും, പ്ലീസ് ഞാനൊന്ന് സ്മെല്ല് ചെയ്തോട്ടെ ചോദിക്കുമ്പോൾ ഫാസ പറയും, ശരി എൻ്റെ കൈ സ്മെല്ല് ചെയ്തോ പറയും. അങ്ങനെ കൈ സ്മെല്ല് ചെയ്യാൻ കൊടുക്കുകയാണ്. പക്ഷേ നകുന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാസയാണെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ നകുൻ പറയും, ശരി നിന്റെ ഷർട്ട് ഊരി തരാൻ പറയും. അങ്ങനെ ഷർട്ട് ഊരി കൊടുത്തിട്ട് നമ്മുടെ നകുൻ ഭയങ്കര വയലൻ്റ് ആയിട്ട് സ്മെല്ല് ചെയ്യാണ്. ദെൻ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഫാസയ്ക്ക് അത്ഭുതമാവും. അപ്പോൾ ഫാസ ചെന്ന് ബാത്റൂമിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഫാസയ്ക്ക് മനസ്സിലാവും എങ്ങനെയാണ് നകുൻ ആ ഒരു ഫീലിങ്സ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. സോ അത്രയും ആൽഫയ്ക്ക് ഒമേഗയുടെ ഫെറമോൺസ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സീനിൽ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നല്ലൊരു ആൽഫ കൂടിയാണ് നകുനെന്ന് തെളിയിക്കുകയാണ്. സോ അതോടുകൂടി നമ്മുടെ എപ്പിസോഡ് 3 അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി 4ഉമായിട്ട് അടുത്ത ആഴ്ച കാണാം. സോ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്